ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരിക്കൊരു ഫാൻ പോലും വർക്ക് ചെയ്യാത്ത നിന്റെ വീട്ടില് ചടഞ്ഞു കൂടി കിടന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാ. ഇനിയെങ്കിലുവേ കരുണാകര കുറുപ്പിന്റെ മോളാണെന്നുള്ള പദവിയിലും അന്തസ്സിലും ജീവിക്കണം എനിക്ക്. മേലിൽ എന്റെ അനുവാദം ഇല്ലാതെ AC ഓഫ് ആക്കി പോരുത്. നിനക്ക് AC-യിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും മുറിയിൽ പൊക്കോ. ചില ദരിദ്രവാസികൾക്ക് AC-യിൽ കിടന്ന പനി വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്നലെ രാത്രി അമ്മ വഴക്കു പറഞ്ഞ് ശരിയായില്ല. ഓ, എന്താണാവോ ഇപ്പൊ മാതൃസ്നേഹം സടകൊടഞ്ഞ് എഴുന്നേറ്റത്? കൊണ്ടയിടം തോറും കേറി ഇറങ്ങി നുണ പറയുന്ന നിന്റെ തള്ളയ്ക്ക് പട്ടും വളയും കൊടുക്കാൻ ഞാൻ. എന്താ അത് മതിയോ? ഹരിതേ, ഇന്നലെ രാത്രി അമ്മ ജഗദാന്റിയെ കാണാൻ പോയതൊന്നും ആയിരുന്നില്ല. പിന്നെ പെട്ടെന്ന് നെഞ്ചുവേന വന്നപ്പോ ആശുപത്രി പോയതായിരുന്നു. കഠിനമായ പണിയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്രേ. ഇനി അമ്മയെ കൊണ്ട് കഠിനമായ പണിയൊന്നും ചെയ്യിക്കരുത്. പരമാവധി വിശ്രമം കൊടുക്കണം. നിന്റെ കഥ കൊള്ളാം. അമ്മ ആശുപത്രിയിൽ പോയതാണത്രേ. ആശുപത്രിയിൽ പോയിട്ട് വന്നതിന് ശേഷമല്ലേ അവർ ഈ അടുക്കള പണി മൊത്തം ചെയ്തത്. ഒരു അസുഖക്കാരിയുടെ ക്ഷീണവും തളർച്ചയും ഒന്നും അവരിൽ കണ്ടില്ല. അത് ഹരിതേ, നിന്നെ ഭയന്ന് പാവ അമ്മ ക്ഷീണവും തളർച്ചയൊന്നും പുറത്ത് കാണിക്കാതിരുന്ന. ഇത് ഞാൻ വിശ്വസിക്കണോ? നിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അവരൊരു കുഴപ്പമില്ലാതെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. നീ കേറി ഇടങ്കോലിടാൻ നിക്കരുത്. മനോജ്, നിന്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞത് സത്യമാണോ? സത്യമാ. അമ്മയ്ക്ക് പണ്ടേ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേന വരാറുണ്ട്. എനിക്ക് സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. അമ്മയ്ക്ക് പരമാവധി റെസ്റ്റ് കൊടുക്കണം. പറ്റുമെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ഹാർട്ട് വീക്കായതുകൊണ്ടാണ് ഈ നെഞ്ചുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആദ്യം നല്ലൊരു കാർഡിയക് സർജനെ കാണണം. അതിന് നല്ലൊരു എമൗണ്ട് കരുതി വെക്കണം. തൽക്കാലം അതിനുള്ള ക്യാഷ് ഒന്നും എന്റെ കയ്യിലില്ല. നിനക്കറിയാലോ, അച്ഛന്റെ ഔദാര്യത്തിലാണ് ഞാൻ തന്നെ ജീവിക്കുന്നത്. നിനക്കാണെങ്കിൽ പേരിന് പോലും ഒരു വരുമാനം ഇല്ല. അതുകൊണ്ട് നിന്റെ തള്ളയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പാക്ക് ചെയ്യണം. അതെ, നിന്റെ അമ്മയെ നിന്റെ പ്രകാശേട്ടന്റെയും സുചിത്രേടത്തിയുടെ അടുത്തേക്ക് തിരിച്ചയക്കണം. അതിപ്പോ അതൊന്നും ശരിയാവില്ല. അച്ഛന്റെ ചെലവ് നോക്കുന്നതിന്റെ കണക്ക് കൂട്ടുന്ന പ്രകാശേട്ടന്റെ അടുത്തേക്ക് അമ്മയെ കൂടി അയച്ച ഏട്ടൻ രണ്ടുപേരെ കൂടെ തല്ലി തെരുവിലിറക്കും. അത് മഹാപാപായി പോവും. അത് വേണ്ട കരുതേ. തൽക്കാലം ഞാൻ അടിച്ചിറക്കുന്നില്ല. ദിവസവും ഈ നെഞ്ചുവേദനയും നടുവേദനയും എന്നൊക്കെ പറഞ്ഞു നടന്നാലേ എനിക്കത് ചെയ്യേണ്ടി വരും. മാനത്തെ കൊട്ടാരം